ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇതൊരു പുതിയ ചാപ്റ്ററാണ്, ഇൻറ്റേർണൽ കൺട്രോൾ. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു കൺട്രോൾ, അതിനെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓവറോൾ കൺട്രോൾ സിസ്റ്റം, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. In this system, a number of checks and controls are exercised in the business to ensure its efficient and profitable working of the firm. അതായത് ആ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻ്റ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഫേമിൻ്റെ പ്രോഫിറ്റബിൾ വർക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാണ്, അവിടെ ഒരുപാട് ചെക്കുകളും അതുപോലെ തന്നെ കൺട്രോൾസൊക്കെ നടക്കുന്ന ഒരു ഇതാണ് എന്ത് പറഞ്ഞത്, ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ആൻ ഓവറോൾ കൺട്രോൾ സിസ്റ്റം, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഇൻ ദ സിസ്റ്റം എ നമ്പർ ഓഫ് ചെക്സ് ആൻഡ് കൺട്രോൾസ് ആർ എക്സസൈസ്ഡ് ഇൻ ബിസിനസ് ടു എൻഷുർ ഇറ്റ്സ് എഫിഷ്യൻ്റ് ആൻഡ് പ്രോഫിറ്റബിൾ വർക്കിംഗ് ഓഫ് ദി ഫേം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത്. ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്ത് നടത്തുക, ഓഡിറ്റിങ് നടത്തുക. അതിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ലാർജ് ബിസിനസ് ഹൗസസ് ഹാവ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇൻറ്റേർണൽ ഓഡിറ്റ്. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഓഡിറ്റർ ആൻഡ് ഓഡിറ്റർ ക്ലർക്ക്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തുണ്ടായിരിക്കും, ഓരോ ഓഡിറ്ററോ അല്ലെങ്കിൽ ഓഡിറ്റർ ക്ലർക്കോ ഉണ്ടായിരിക്കും. ദേ ആർ ഓൾ സാലറീഡ് എംപ്ലോയീസ് ഓഫ് ദി ഫേം. ഇവരൊക്കെ എന്ന് പറയുന്നത് ആ ഫേമിലെ തന്നെ സാലറീഡ് എംപ്ലോയീസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഒരു ഓഡിറ്റ് നടത്തുക എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണം, സെപ്പറേറ്റ് പുറത്തുനിന്ന് ഒരാളെ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ആ ഫേമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരാളായിരിക്കും എന്ത് നടത്തുന്നുണ്ടായിരിക്കുക, ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ഓപ്പറേഷൻ ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് ദി ഫേം. ദ റിവ്യൂ മീൻസ് ദ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, ഇതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കേട്ടോ. പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ഫസ്റ്റ് പറയുന്നതാണ്. ടു എൻഷുർ ദ മാനേജ്മെൻറ്റ് ദാറ്റ് ദി ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ദി അക്കൗണ്ടിങ് സിസ്റ്റം ആർ എഫക്റ്റീവ് ഇൻ ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ. പിന്നെ ഇറ്റ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള നോൺ ഫിനാൻഷ്യൽ ഓപ്പറേഷനൊക്കെ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇറ്റ് കീപ്സ് എ വാച്ച് ഓവർ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഇൻകം എക്സ്പെൻഡിച്ചറൊക്കെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നോക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ് സീസ് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് എക്സീഡ് ദി ബഡ്ജറ്റഡ് എമൗണ്ട്. അതായത് ബഡ്ജറ്റഡ് എമൗണ്ടിനേക്കാളും കൂടുന്നില്ലല്ലോ എക്സ്പെൻഡിച്ചർ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ് സീസ് ദാറ്റ് ദർ ഈസ് നോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ എക്സ്പെൻസ്. അതായത് മെറ്റീരിയൽ എക്സ്പെൻസിന് വേസ്റ്റേജ് ഇല്ലയെന്ന് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഫൈനലി ടു വെരിഫൈ ദാറ്റ് ദി ഓർഗനൈസേഷൻ ഫോളോസ് ദ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫ്രെയിം ദി മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് ഫ്രെയിം ചെയ്തിട്ടുള്ള പോളിസീസും പ്രാക്ടീസസുമാണ് ആ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നതെന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് ഉള്ളത്. അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് ഒക്കെ ഇതാണ്. ഓക്കെ, പിന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ് ദി അസറ്റ്സ് ഓഫ് ഇറ്റ്സ് ഓർഗനൈസേഷൻ വെയർ അഡ്വക്കേറ്റ്ലി സേഫ് ഗാർഡ് ആൻഡ് പ്രോപ്പർലി അക്കൗണ്ടഡ്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റ്സൊക്കെ പ്രോപ്പറായിട്ട് സേഫായിട്ടുള്ള അക്കൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ദാറ്റ് ദി അക്കൗണ്ടിങ് ആൻഡ് അതർ അലീഡ് റെക്കോർഡ്സ് വെയർ റിലയബിൾ. അതായത് റെക്കോർഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ഉണ്ടല്ലോ, അത് റിലയബിൾ ആവുമല്ലോ എന്ന്. പിന്നെ ദാറ്റ് ഈച്ച് ഓഫ് ദി ഓർഗനൈസേഷൻ ഫോളോഡ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ലേഡ് ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും അല്ലേ ഓർഗനൈസേഷൻ ഫോളോ ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ നേച്ചറൽ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് കമ്പൽസറി ആണ്, അതൊരു കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്തായുള്ളത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ദ ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് ജനറലി കണ്ടക്റ്റഡ് ബൈ ഓൺ എംപ്ലോയീസ് ഓഫ് ദി ഫേം. ഒരു ഫേമിലെ തന്നെ എംപ്ലോയീസ് ആയിരിക്കും ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നടത്തുന്നുണ്ടായിരിക്കാം. പിന്നെ ദ ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ഫോർ അസർട്ടൈനിങ് ദാറ്റ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എക്സൈറ്റഡ് ഇൻ ദി ഓർഗനൈസേഷൻ ഈസ് എഫക്റ്റീവ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്, പഠിച്ചു വെക്കുക കേട്ടോ.
പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് നമുക്ക് ഇൻറ്റേർണൽ ചെക്ക് നോക്കാം. ദ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ അറ്റ് ദി സെയിം ടൈം. അതായത് ഒരു വർക്കിലെ മിസ്റ്റേക്കൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റേ അടുത്ത വർക്കും ഓട്ടോമാറ്റിക്കലി എന്തായാലും ക്ലിയർ ചെയ്ത് പോകും, ചെക്ക് ചെയ്ത് പോകും. അതാണ് പറയുന്നത്. പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിലോ ദ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ചെക്ക്ഡ് ബൈ അനദർ ആഫ്റ്റർ ദി ഫോർമർ ഹാസ് കംപ്ലീറ്റഡ് ദി വർക്ക്. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത വർക്ക് നോക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഡിവൈസ് ടു മിനിമൈസ് ദി ചാൻസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അതായത് എററും ഫ്രോഡും വരുന്നതിനുള്ള ചാൻസ് ഇവിടെ എന്ത് ചെയ്യണം, ഇൻറ്റേർണൽ ചെക്കിൽ മിനിമൈസ് ചെയ്യുകയാണ്. എന്നാൽ ഇൻറ്റേർണൽ ഓഡിറ്റിൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ടു ഡിറ്റക്റ്റ് ഫ്രോഡ് ആൻഡ് എറർ ഓൾറെഡി കമ്മിറ്റഡ്. ഓക്കെ. പിന്നെ ഇൻറ്റേർണൽ ചെക്കിൽ നോ സെപ്പറേറ്റ് സ്റ്റാഫ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ ചെക്കിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റാഫിനെ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇൻറ്റേർണൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആർ സ്പെഷ്യലി അപ്പോയിൻറ്റഡ്. അതായത് ഇൻറ്റേർണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വേറെ പുറത്തുനിന്ന് ഒരാളെ അതിനു വേണ്ടി മാത്രമായിട്ടല്ല, പക്ഷേ ഇയാൾ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റ് മാത്രമായിരിക്കും. നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻറ്റേർണൽ ഓഡിറ്റ് മാത്രമായിരിക്കും അയാൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ എ ഫേം ഈസിലി അഡോപ്റ്റ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ചെയ്യാൻ അഡോപ്റ്റ് ചെയ്യാൻ ഈസിയാണ്. എന്നാൽ ഓൺലി ലാർജ് ഫേം ക്യാൻ അഫോർഡ് ദ കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ലാർജ് ഫേംസിന് മാത്രം അഫോർഡ് ആയിട്ടുള്ളതാണ്. സ്മോൾ കൺസേണിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ. പിന്നെ ഇറ്റ് ഈസ് ഫോർ ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനുള്ളതാണ്. എന്നാൽ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിനുള്ളതാണ്. ഓക്കെ. പിന്നെ ഇൻറ്റേർണൽ ചെക്ക് ട്രീറ്റഡ് ആസ് ഇൻസ്റ്റൻറ്റ് ഓഡിറ്റ് ആയിട്ടാണ് അതിന് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ഇറ്റ് ഈസ് കൺസിഡർ ആസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഓർ ഓപ്പറേഷൻ ഓഡിറ്റാണ് ഇൻറ്റേർണൽ ഓഡിറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റും നോക്കാം. ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ മാനേജ്മെൻറ്റ്. അതായത് ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, മാനേജ്മെൻറ്റ് ആയിരിക്കും. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് കമ്പൽസറി ബൈ സ്റ്റാറ്റ്യൂട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, കമ്പൽസറിയാണ്. പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിൽ നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇൻറ്റേർണൽ ഓഡിറ്റിൽ ആവശ്യമില്ല. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിൽ 226 പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർക്ക് ആവശ്യമാണ്. പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് ശരിക്കും നടത്തുന്നത് ജനറലി സ്റ്റാഫ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ സ്റ്റാഫ് ആയിരിക്കും ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നുണ്ടായിരിക്കുക. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻറ്റേർണൽ ഓഡിറ്റ് ഒരു കണ്ടിന്യൂസ് ഓഡിറ്റാണ്. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ആഫ്റ്റർ ഒരു പീരീഡ് ശേഷമാണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് നടത്തുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റിൽ ആർക്കാണ്, മാനേജ്മെൻറ്റിനാണ്. റിപ്പോർട്ട് ടു മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഓക്കെ. ഇതിൽ ഏകദേശം 12 പോയിൻറ്റ്സ് ഉണ്ട്. മിനിമം ഒരു 5 പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. താങ്ക് യു.